ഗോകുലം ഓഫീസുകളിൽ വ്യാപക റെയ്ഡുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള ഓഫീസുകളിലുമാണ് പരിശോധന നടക്കുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമി, എമ്പുരാൻ വിവാദങ്ങൾക്ക് ശേഷമുണ്ടാകുന്ന റെയ്ഡ് സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, ഇതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. ഏതെല്ലാം ഓഫീസുകൾ റെയ്ഡ് നടക്കുന്നു, എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അപർണ, കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു റെയ്ഡ് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാരണം ഈ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇതിന്റെ നിർമ്മാതാവാണ് ഗോകുലം ഗോപാലൻ. 5 ദിവസം കൊണ്ട് ഈ സിനിമ 200 കോടി കളക്ഷൻ നേടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇഡിയുടെ ഈ ഒരു റെയ്ഡ് ഗോകുലം ഓഫീസുകളിൽ നടക്കുന്നത്. കേരളത്തിന് പുറത്തുള്ള ഓഫീസുകളിലും ചെന്നൈയിലടക്കമുള്ള ഓഫീസുകളിലും ഇപ്പോൾ ഇഡിയുടെ പരിശോധന നടക്കുന്നുണ്ട്. ഒപ്പം കേരളത്തിൽ കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലും പരിശോധനയുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി പ്രധാനമായും ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ, അങ്ങനെ തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ ഇഡിയുടെ ഭാഗത്തു നിന്നും നടന്നിരിക്കുന്നത്. എന്തായാലും ഗോകുലം ഓഫീസിലാണ്, ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ഗോകുലം ഗ്രൂപ്പിന്റെ ഓഫീസുകളിലാണ് ഇപ്പോൾ ഈ ഒരു ഇഡി റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതിനു മുൻപും ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഈ ഗോകുലം ഗോപാലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ പരിശോധിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ റെയ്ഡിലൂടെ നടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും എമ്പുരാൻ സിനിമയുടെ വിവാദവുമായി ബന്ധപ്പെട്ട വലിയ സംഘപരിവാറിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ച ഒരു സിനിമ അത് പിന്നീട് റീ എഡിറ്റ് ചെയ്ത് പ്രദർശനത്തിനെത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സിനിമയുടെ നിർമ്മാതാവ് കൂടിയാണ് ശ്രീ ഗോകുലം ഗോപാലൻ. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു റെയ്ഡ് ഏറെ പ്രസക്തമാകുന്നത്. ഇത് മുൻപ് നേരത്തെ തന്നെ ഇങ്ങനെ ഒരു കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർ നടപടി എന്നോണമാണ് ഈ ഒരു വിവാദങ്ങൾ കൂടി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു റെയ്ഡ് ഇഡിയുടെ ഭാഗത്തു നിന്നും ഗോകുലം ഓഫീസുകളിൽ നടക്കുന്നതെന്നാണ് ഏറെ പ്രധാനമായിട്ടുള്ള കാര്യം. ചെന്നൈ, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലെ ഓഫീസുകളിലാണ് പ്രധാനമായും റെയ്ഡ് നടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. അല്പസമയം മുമ്പാണ് ഇഡിയുടെ റെയ്ഡ് ഈ ഓഫീസുകളിലൊക്കെ ആരംഭിച്ചിരിക്കുന്നത്. ഗോകുലം ഗോപാലൻ ഉടമസ്ഥതയിലുള്ള ഗോകുലം ഓഫീസുകളിലാണ് ഇപ്പോൾ ഇഡിയുടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രതികരണങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. നവി, ഏതെങ്കിലും നമ്മൾ ഗോകുല ടീമുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ? ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് കടന്നേക്കും. ഇത് നേരത്തെയുള്ള കേസിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ എന്തെങ്കിലും അവർ ആശങ്കപ്പെട്ടിരുന്നോ? അത്തരം എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടോ? അപ്പോൾ നമുക്ക് പ്രതികരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. അല്പസമയം മുമ്പാണ് ഇഡിയുടെ ഇത്തരത്തിലുള്ള ഒരു റെയ്ഡ് ആരംഭിച്ചതെന്ന് മാത്രമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇഡി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ അവരിൽ നിന്നും വ്യക്തമാകുന്നത് മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ട്. ആ കേസിന്റെ ഭാഗമായിട്ടുള്ള ചില തെളിവുകൾ ശേഖരണം അല്ലെങ്കിൽ ചില പരിശോധനകൾ, അതിനു വേണ്ടിയിട്ടാണ് ഗോകുലം ഓഫീസുകളിൽ പെട്ടെന്ന് ഇങ്ങനൊരു റെയ്ഡ് നടത്തുന്നത് എന്നൊരു വിശദീകരണമാണ് ഇഡി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വരുന്നത്. പക്ഷേ നമ്മളിത് പ്രതീക്ഷിച്ചതാണ്. കാരണം ഈ എമ്പുരാൻ വിവാദം നിൽക്കുമ്പോൾ തന്നെ കേന്ദ്ര ഏജൻസികളെ വിമർശിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരിനെ അപകീർത്തിപ്പെടുന്ന, പ്രത്യേകിച്ച് സംഘപരിവാറിനെ അപകീർത്തിപ്പെടുത്തുന്ന ചില രംഗങ്ങൾ ഈ ചിത്രത്തിലുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ കത്തി നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഗോകുലം ഓഫീസിൽ ഇങ്ങനൊരു റെയ്ഡ് നടക്കുന്നത്. ഗോകുലം ആണ് ഈ സിനിമയുടെ ഒരു നിർമ്മാതാവ്. ആ ഒരു സാഹചര്യത്തിൽ മുൻപും നമ്മൾ പല ചർച്ചകളിലുമൊക്കെ ഇത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചാൽ അവർക്കെതിരെ കേന്ദ്ര അന്വേഷണം ഏജൻസി വരും, അവരുടെ റെയ്ഡുകൾ നടക്കുക എന്ന തരത്തിലുള്ളൊരു പല പരാമർശങ്ങളും ഇതിനു മുൻപൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ തന്നെ ആ പരാമർശങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നത് പോലെയാണ് ഇപ്പോൾ പെട്ടെന്ന് ഗോകുലത്തിന്റെ ഓഫീസുകളിൽ ഇഡിയുടെ ഒരു റെയ്ഡ് നടക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ ഈ ഒരു റെയ്ഡ് പരിശോധന. ഞാൻ തിരികെ എത്താന്നോ? ഏതായാലും നേരത്തെയും ഇഡി ഈ വിഷയത്തിൽ റെയ്ഡ് നടത്തിയതാണ്. കരുവന്നൂർ കള്ളപ്പണ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഗോകുലം ഗോപാൽ ഇഡി ചോദ്യം ചെയ്തതായിട്ടുള്ള വാർത്തകളും വന്നതാണ്.
ഇതിന്റെ തുടർച്ചയായിട്ടാണോ ഈ റെയ്ഡ് നടക്കുന്നത് എന്നുള്ള സൂചനകളുണ്ട്. പക്ഷേ എമ്പുരാൻ സിനിമയുടെ വിവാദത്തിന് തൊട്ടുപിറകെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ചെന്നൈ, കൊച്ചി ഓഫീസുകൾ, കോഴിക്കോട് ഓഫീസുകളിലും റെയ്ഡ് നടക്കുമ്പോൾ അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ ആ തരത്തിൽ തന്നെ ഉണ്ടാകും. ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘം ഒരിക്കൽ കൂടി നേരത്തെ നടന്ന പരിശോധനകളുടെ തുടർച്ചയായിട്ടുള്ള പരിശോധന അതായിരിക്കുമല്ലോ ഇ ഡി സംഘം പറയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഏത് തരത്തിലാണ് നവമി? അന്ന് ആ പരിശോധനകൾ ഏത് തരത്തിലായിരുന്നു ആ സമയത്ത് നടന്നത്? അപർണ, മുൻപ് രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു ഇപ്പോൾ പരിശോധന നടക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിനു മുൻപ് ഗോകുലം ഓഫീസുകളിൽ റെയ്ഡ് നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് കുറച്ചുകൂടി അന്വേഷിക്കേണ്ടി വരും. എന്തായാലും ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത് മുൻപ് രജിസ്റ്റർ ചെയ്ത ഒരു കേസ് ഉണ്ടായിരുന്നു ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട്. ആ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഒരു പരിശോധന നടക്കുന്നത് എന്നൊരു വിശദീകരണമാണ് അവിടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. പക്ഷെ ഇതിൽ ഗോകുലം ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഗോകുലം ഗോപാലിനടക്കമുള്ളവരുടെ പ്രതികരണം നമുക്ക് ഈ വിഷയത്തിൽ ലഭ്യമായിട്ടില്ല. എന്തായാലും ഈ ഗോകുലത്തിന്റെ ഓഫീസുകളിൽ ചെന്നൈയും കേരളത്തിൽ കൊച്ചിയിലും കോഴിക്കോടുമാണ് പ്രധാനമായും പരിശോധനകൾ നടക്കുന്നത്. ഇ ഡി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഒരു പരിശോധന നടക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇനി വരും മണിക്കൂറിലാണ് ഇതിന്റെ ഒരു വിശദമായ റിപ്പോർട്ട് ലഭ്യമാകേണ്ടിയുള്ളത്. എന്തായാലും ഈ ഒരു വിവാദങ്ങൾ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു റെയ്ഡ് എന്നുള്ളതാണ് ഇവിടെ ഏറെ പ്രസക്തമായി നിൽക്കുന്നത്. മുൻപ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഗോകുലം ഗ്രൂപ്പ് ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവരുടെ ഓഫീസുകളിൽ ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. വേണ്ട രേഖകൾ സമർപ്പിക്കുവാനും വേണ്ട രേഖകൾ കണ്ടെത്തുവാനുമാണ് ഇപ്പോൾ ഇ ഡിയുടെ ഒരു ഞാൻ തിരികെ എത്താം. ഏതായാലും ഗോകുലം ചിറ്റ്സ് ഉടമ ഗോകുലം ഗോപാലൻ പ്രതിയായിട്ടുള്ള ചിട്ടി കേസുകളിൽ, അനധികൃത ചിട്ടി കേസുകളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചില ആരോപണങ്ങളിലൊക്കെ നേരത്തെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു. അത് സംബന്ധിച്ച് അന്ന് ഇ ഡി ഓഫീസിൽ വെച്ചുകൂടിയാണ് ഗോകുലം ഗോപാലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. അന്ന് ഉയർന്ന ചിട്ടി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ പരിശോധനയും നടന്നിരുന്നു. പക്ഷേ അതിനുശേഷം ഒരല്പം നീണ്ട കാലയളത്തിന് ശേഷമാണ് ഇപ്പോൾ ഗോകുലത്തിന്റെ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുന്നത്. അത് എന്ത് സാഹചര്യത്തിലാണ്? അന്ന് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന ഇ ഡി റെയ്ഡ് എന്നുള്ള സൂചനകൾ വരുമ്പോൾ പോലും എമ്പുരാൻ വിവാദവുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ പോലും ആ സമയത്ത് വന്നത് ഈ എമ്പുരാൻ സിനിമയുടെ തിരുത്തൽ നടന്നത് അല്ലെങ്കിൽ വെട്ടൽ നടന്നത് പോലും ഇ ഡി റെയ്ഡിന് ഭയന്നുകൊണ്ടാണോ എന്നുള്ള പരിഹാസമൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരടക്കം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതാണ്. ഏതായാലും ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. ഗോകുലത്തിന്റെ കോഴിക്കോട്, ചെന്നൈ, കൊച്ചി ഓഫീസുകളിലാണ് റെയ്ഡ് നടക്കുന്നത്. ഒരിക്കൽ കൂടി നവമി, എപ്പോഴാണ് ഈ റെയ്ഡ് തുടങ്ങിയിരിക്കുന്നത്? എത്ര നേരമായി? ബാക്കി റെയ്ഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ ഏത് തരത്തിൽ? അപർണ, അല്പസമയം മുമ്പാണ് ഈ ഒരു റെയ്ഡ് തുടങ്ങിയതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ചെന്നൈ, കൊച്ചി, കോഴിക്കോട് എന്നീ സ്ഥാപനങ്ങളിലെ ഗോകുലത്തിന്റെ എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമായ ചില രേഖകൾ പരിശോധിക്കുക എന്നൊരു ഉദ്ദേശത്തോടുകൂടിയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ എത്തിയത്. അതിന്റെ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഓഫീസുകളിൽ ഈ ഗോകുലം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആളുകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത് എന്നുകൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്നാലും വരും മണിക്കൂറിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും. ഇനി എന്താണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു പരിശോധന അല്ലെങ്കിൽ പെട്ടെന്നൊരു റെയ്ഡിന്റെ ആവശ്യം എന്താണ്? ഈ വിവാദങ്ങളൊക്കെ നിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ BJP നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിലാണോ ഇത്തരത്തിലൊരു പരിശോധന എന്ന് ഒക്കെ കൃത്യമായി അറിയേണ്ടിയിരിക്കുന്നു. കാരണം